നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവരാത്രി മഹോത്സവം വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇത്തവണയും എത്തിയത് നിരവധി കുരുന്നുകൾ. വടക്കൻ കേരളത്തിൽ ആരോഗ്യമേഖലയ്ക്ക് പുത്തൻ ഉണർവേകി ആസ്റ്റർ മിംസ് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി നാടിന് സമർപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. പടന്നക്കാട് കരുവളം സ്വദേശി ശരത് ചന്ദ്രനാണ് അറസ്റ്റിലായത്. കവി ടി ഉബൈദ് അനുസ്മരണവും മാനവികാദർശം സമൂഹത്തിലും ഉബൈദ് കവിതയിലും പ്രകാശനം നടന്നു. പരിപാടി സാഹിത്യ പ്രതിഭകളുടെ സംഗമവേദിയായി. 2000-ഓളം LED ബൾബുകൾ നിർമ്മിച്ച് പെരടാല ഗവൺമെന്റ് ഹൈസ്കൂൾ. ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ബൾബ് നിർമ്മാണം. ഇളമ്പച്ചിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഇത്തവണയും നൂറുകണക്കിന് കുരുന്നുകളാണ് എത്തിയത്. വിജയദശമി ദിനത്തോടനുബന്ധിച്ച് പുലർച്ചെ 3 മണി മുതൽ തന്നെ നട തുറന്നു. നവരാത്രി മഹോത്സവ നാളിലെ രഥോത്സവവും എഴുത്തിനിരുത്തൽ ചടങ്ങിനുമായി മലയാളികൾ ഉൾപ്പെടെ പതിനായിരങ്ങളാണ് കൊല്ലൂരിൽ എത്തിയത്. വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇക്കുറിയും അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ നൂറുകണക്കിന് കുരുന്നുകളാണ് എത്തിയത്. പുലർച്ചെ 3 മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. സരസ്വതി മണ്ഡപത്തിലും സമീപ പ്രദേശങ്ങളിലുമായാണ് എഴുത്തുനിരത്തൽ ചടങ്ങ് നടന്നത്. 20ഓളം പുരോഹിതന്മാർ കാർമ്മികത്വം വഹിച്ചു. ശ്രീ മൂകാംബികായൈ നമഃ. ശ്രീ മൂകാംബികായൈ നമഃ. ശ്രീ സരസ്വത്यै നമഃ. ക്ഷേത്രമുഖ്യ തന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം നടന്നത്. നവരാത്രി മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ രഥോത്സവം കഴിഞ്ഞ ദിവസം ഭക്തിയുടെ നിറവിൽ നടന്നു. രാത്രി നടക്കുന്ന വിജയോത്സവത്തോടെ 9 നാൾ നീണ്ടുനിന്ന നവരാത്രി മഹോത്സവത്തിന് കൊല്ലൂരിൽ പരിസമാപ്തിയാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലൂർ. വടക്കൻ കേരളത്തിൽ ആരോഗ്യമേഖലയ്ക്ക് പുത്തൻ ഉണർവേകി ആസ്റ്റർ മിംസ് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി നാടിന് സമർപ്പിച്ചു. 190 കോടി രൂപയുടെ നിക്ഷേപത്തിൽ നിർമ്മിച്ച 264 കിടക്കകളുള്ള കാസർഗോഡ് ആസ്റ്റർ മിംസ് കേരളത്തിലെ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ 8ാമത്തെ ആശുപത്രിയാണ്. രാജ്യത്തെ മുൻനിര ആരോഗ്യ സേവന ദാതാക്കളായ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ കേരളത്തിലെ 8ാമത്തെ ആശുപത്രി കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. 190 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച 264 കിടക്കകളുള്ള ആശുപത്രി വടക്കൻ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സ്ഥാപനമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 2.1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 31 മെഡിക്കൽ സ്പെഷ്യാലിറ്റികളുള്ള ഈ ആശുപത്രി കാസർഗോട്ടെയും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ഏറ്റവും മികച്ചതും പ്രാപ്യവുമായ ചികിത്സ ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കൂടാതെ 600-ലധികം പുതിയ തൊഴിലവസരങ്ങളാണ് ആസ്റ്റർ മിംസ് കാസർഗോഡ് തുറന്നിട്ടിരിക്കുന്നത്. ആഗോള നിലവാരത്തിലുള്ള ചികിത്സാ വൈദഗ്ധ്യവും പരിചയ സമ്പന്നതയും കൈമുതലായുള്ള 60-ലധികം ഡോക്ടർമാരുടെ സംഘത്തെയാണ് പുതിയ ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി നാടിന് സമർപ്പിച്ചു. കർണാടക ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ദിനേശ് ഗുണ്ടുറാവു ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ ആസ്റ്ററിന്റെ സേവനം മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 4 പതിറ്റാണ്ടോളമായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ച വിശ്വാസം
ആ വിശ്വാസം കൊണ്ടാണ് വിവിധ ചികിത്സാ വകുപ്പുകളുള്ള ഒരു ബൃഹത്തായ സ്ഥാപനമായി ആസ്റ്ററിന് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പടി കൂടി മുന്നേറുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹോസ്പിറ്റലാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ഇതുവരെ ആർജിച്ച വിശ്വാസത്തിൻ്റെയും പ്രവർത്തന പാരമ്പര്യത്തിൻ്റെയും തുടർച്ച ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആരോഗ്യമേഖലയിലെ കേരള മാതൃകയെ പ്രശംസിച്ചായിരുന്നു കർണാടക മന്ത്രി ഗുണ്ടുറാവുവിൻ്റെ പ്രസംഗം. And I always tell my people that we have to catch up to the healthcare facilities that the government in Kerala and the governments in Tamil Nadu have been able to give. So this is a benchmark for us. And today more and more facilities and more advanced treatments are being developed every day. And people need access to it. So the closer the access to these advanced healthcare is there, the better it is for people. Now people living in this region need not go to some far off place or say even Mangalore or Calicut or whichever which is closer to you to get this special treatment, specialties, multi-speciality, super specialty treatment. Now with the addition of or opening of the Aster Hospital in Kasaragod, I think people need not travel far. They can get all their higher-end treatments done here itself, and that is again is a wonderful thing. ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, MLA മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, E ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, M രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഡയറക്ടർ അനൂപ് മൂപ്പൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഗ്രൂപ്പ് ഹെഡുമായ TJ വിൽസൺ, ആസ്റ്റർ കേരള ക്ലസ്റ്റർ CMS ഡോക്ടർ സൂരജ് KM, ആസ്റ്റർ മിംസ് കാസർഗോഡ് ആൻഡ് കണ്ണൂർ COO ഡോക്ടർ അനൂപ് നമ്പ്യാർ ഉൾപ്പെടെ ആസ്റ്ററിൻ്റെ നേതൃരംഗത്തുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു. ഉന്നത നിലവാരത്തിലുള്ള ചികിത്സ എല്ലാതരം മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമാക്കുക എന്നതാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ എക്കാലത്തും മുന്നോട്ട് വയ്ക്കുന്ന ദർശനമെന്ന് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. 1.5 TMRI, 160 സ്ലൈസ് CT സാങ്കേതികവിദ്യ എന്നിവ ലഭ്യമാകുന്ന ജില്ലയിലെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ പുതിയ ആശുപത്രി മികച്ച രോഗനിർണയ കേന്ദ്രം കൂടിയായി മാറും. കൂടാതെ ഹൃദയ രക്തക്കുഴൽ ശസ്ത്രക്രിയകൾക്കും ഗുരുതരമായ ഹൃദയ ശ്വാസകോശ സംബന്ധമായ തകരാറുകൾക്കുമുള്ള ECMO ECLS ചികിത്സയ്ക്കും വിപുലമായ സൗകര്യങ്ങളുണ്ട്. ഹെമഡ്സോർപ്ഷൻ, ഗുരുതരവും അടിയന്തരവുമായ പ്രത്യേക ചികിത്സകളും ലഭ്യമാണ്. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉടനടിയുള്ള ഇടപെടലുകൾക്കായി സജ്ജമാണ്. ട്രോമ, ഹൃദയം, സ്ട്രോക്ക്, കുട്ടികളുടെ അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് വിശ്വസനീയമായ പരിചരണം ഉറപ്പാക്കുന്നുമുണ്ട്. 24 മണിക്കൂറും ആംബുലൻസ് സൗകര്യവും 20 കിടക്കകളുമുള്ള അത്യാഹിത വിഭാഗം അടിയന്തര രോഗനിർണയവും ആദ്യഘട്ട ചികിത്സയും ഉറപ്പാക്കും. 44 തീവ്ര പരിചരണ വിഭാഗം കിടക്കകളും നവജാത ശിശുക്കൾക്കായുള്ള 16 NICU കിടക്കകളും 7 പ്രധാന ഓപ്പറേഷൻ തിയേറ്ററുകളും 2 മൈനർ ഓപ്പറേഷൻ തിയേറ്ററുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കീമോതെറാപ്പി ആവശ്യമുള്ള രോഗികൾക്കായി 7 കിടക്കകളും ഡയാലിസിസ് ആവശ്യമുള്ളവർക്കായി 15 കിടക്കകളും ഇവിടെയുണ്ടാകും. മികച്ച വൈദ്യസഹായത്തിന് പുറമെ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചികിത്സ ലഭ്യമാക്കുവാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും കാസർഗോട്ടെ ആസ്റ്റർ മിംസിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കരിങ്കൊടി കാണിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്ന് KSU നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. KSU ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരി കോട്ടക്കുന്ന്, ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ എന്നിവരെയാണ് പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുവാനായെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുവാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലെടുത്ത് പോലീസ്.
KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരി കോട്ടക്കുന്ന് എന്നിവരെയാണ് കരുതൽ തടങ്കലിൽ എടുത്തത്. ചെർക്കളയിൽ നിന്നുമാണ് ഇവരെ കരുതൽ തടങ്കലിൽ എടുത്തത്. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാരായ മാർട്ടിൻ ബളാൽ, രതീഷ് രാഘവൻ, ഷിബിൻ, വിനോദ് കള്ളാർ എന്നിവരെയും പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തു. കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ നിന്നുമാണ് ഇവരെ പോലീസ് കരുതലിൽ എടുത്തത്. യൂത്ത് കോൺഗ്രസ് ഉദുമ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത്, സെക്രട്ടറിമാരായ സുധീഷ്, സുശാന്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ദീപു കല്യോട്ട്, വൈസ് പ്രസിഡന്റ് രാജേഷ് തമ്പാൻ എന്നിവരെയും കരുതൽ തടങ്കലിലെടുത്തു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് പിന്നീട് നഗ്നദൃശ്യങ്ങൾ കാട്ടി ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. പടന്നക്കാട് കരുവളം സ്വദേശി ശരത് ചന്ദ്രനെയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ബലാത്സംഗം, പോക്സോ, IT എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. 17-കാരിയെ ഹോട്ടൽ മുറിയിൽ എത്തിച്ച് പലതവണ പീഡിപ്പിക്കുകയും പിന്നീട് നഗ്നചിത്രം പകർത്തി ഇത് കാട്ടി വീണ്ടും ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്ന കേസിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പടന്നക്കാട് കരുവളത്തെ ശരത് ചന്ദ്രനാണ് അറസ്റ്റിലായത്. +2 പഠിച്ചിരുന്ന 17-കാരിയായ പെൺകുട്ടിയെ സ്കൂളിൽ പോകുന്ന സമയം ബസ്സിൽ വെച്ച് പരിചയപ്പെടുകയും പ്രണയം നടിച്ച് 2024 ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലോഡ്ജിലെത്തിച്ച് നഗ്നചിത്രം പകർത്തുകയും പീഡിപ്പിക്കുകയുമായിരുന്നു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായ ശേഷം നഗ്നചിത്രം കാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. പെൺകുട്ടി പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകിയതോടെ പോക്സോ, ബലാത്സംഗം, IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കുന്ന്. കവി T. ഉബൈദ് അനുസ്മരണവും അഡ്വക്കേറ്റ് BF അബ്ദുൾ റഹ്മാന്റെ 3ാമത്തെ പുസ്തകമായ മാനവികാദർശം സമൂഹത്തിലും ഉബൈദ് കവിതയിലും പ്രകാശനം നടന്നു. കവി T. ഉബൈദ് സ്മാരക കലാസാഹിത്യ പഠന കേന്ദ്രത്തിന്റെയും ഉത്തരദേശം പബ്ലിഷേഴ്സിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉബൈദ് ദിനത്തിന്റെ ഭാഗമായി കവി T. ഉബൈദ് സ്മാരക കലാസാഹിത്യ പഠന കേന്ദ്രത്തിന്റെയും ഉത്തരദേശം പബ്ലിഷേഴ്സിന്റെയും ആഭിമുഖ്യത്തിൽ കവി T. ഉബൈദ് അനുസ്മരണവും അഡ്വക്കേറ്റ് BF അബ്ദുൾ റഹ്മാന്റെ 3ാമത്തെ പുസ്തകമായ മാനവികാദർശം സമൂഹത്തിലും ഉബൈദ് കവിതയിലും പുസ്തക പ്രകാശനവും കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ നടന്നു. മാപ്പിളപ്പാട്ട് ഗവേഷകനും TV റിയാലിറ്റി ഷോ വിധികർത്താവുമായ ഫൈസൽ എളേറ്റിൽ T. ഉബൈദ് അനുസ്മരണവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. കവി T. ഉബൈദ് നവോത്ഥാന നായകനാണെന്നും ഉബൈദിന്റെ കവിതകളും പാട്ടുകളും പുതിയ കാലത്ത് കൂടുതൽ പ്രചരിക്കുന്നുണ്ടെന്നത് സന്തോഷം പകരുന്ന കാര്യമാണെന്ന് ഫൈസൽ എളേറ്റിൽ പറഞ്ഞു. അത് പാടാനുള്ള ഈ ഒരു എളുപ്പത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വല്ലാത്ത രീതിയിൽ പാടാനുള്ള കഴിവിനെക്കുറിച്ചുള്ള ആശങ്ക ഒരു കലാകാരനുണ്ടാവും. അങ്ങനെയാണ് ഒരാൾ പാടി നോക്കി എഴുതുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഉബൈദ് മാഷയുടെ എല്ലാ വരികളും എത്ര മനോഹരമായിട്ടാണ് ഇതേ ആശയത്തെ മാനവിക ആദർശത്തെയും മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ഉബൈദ് മാഷ് ഈ മയക്കി വാഴുവോ പണ്ട് മുതൽക്കേ മഹീതലത്തെ സുഭഗതയാൽ ഇന്നത്തെ കേരളത്തോട് സംസാരിക്കുകയാണ് ചെയ്തിരുന്നത്. ഉത്തരദേശത്തിന്റെ അച്ചടിശാലയിൽ നിന്ന് പുസ്തകങ്ങളും ഇറങ്ങുന്നത് അതിരറ്റ സന്തോഷം പകരുന്നുണ്ടെന്നും ഫൈസൽ എളേറ്റിൽ കൂട്ടിച്ചേർത്തു. പാടിയും പറഞ്ഞുമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം സദസ്സിനെ പിടിച്ചിരുത്തുന്നതായിരുന്നു. ഉത്തരദേശം പബ്ലിഷേഴ്സ് ആദ്യമായി പ്രസാധനം നിർവഹിക്കുന്ന പുസ്തകമാണ് മാനവികാദർശം സമൂഹത്തിലും ഉബൈദ് കവിതകളിലും എന്ന പുസ്തകം. പ്രമുഖ പ്രഭാഷകൻ ഡോക്ടർ അസീസ് തിരുവണ പുസ്തകം ഏറ്റുവാങ്ങി. ഉബൈദ് കൊളുത്തിവെച്ച പ്രകാശത്തിന്റെ രശ്മികൾ 50 വർഷം കഴിഞ്ഞിട്ടും മങ്ങാതെ കിടക്കുന്നുണ്ടെന്നും മാപ്പിളപ്പാട്ട് എന്തെന്ന് പരിചയപ്പെടുത്തുകയും ഭാഷാ സാഹിത്യത്തിൽ അതിനൊരു ഇടമുണ്ടെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത കവിയായിരുന്നു ഉബൈദെന്നും ഡോക്ടർ അസീസ് തിരുവണ പറഞ്ഞു. ഉത്തരദേശം പുസ്തക പ്രസാധന രംഗത്തേക്ക് കൂടി കാലെടുത്ത് വെച്ചത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണെന്നും ആദ്യ പ്രസാധനം ഉബൈദിന്റെ പേരിലുള്ള പുസ്തകമായത് കാലം കാത്തുവെച്ച സമ്മാനമാണെന്നും ഡോക്ടർ അസീസ് തിരുവണ കൂട്ടിച്ചേർത്തു. അനുസ്മരണ ചടങ്ങ് എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഉബൈദ് മാഷെക്കുറിച്ച് നമുക്കെല്ലാവർക്കും പറയാനുള്ളത്, ഇപ്പോൾ P. കുഞ്ഞിരാമൻ നായർ ഉബൈദ് മാഷെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1ാം ക്ലാസ് ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും തീവണ്ടിയുടെ കക്കൂസ് മുറിയിൽ യാത്ര ചെയ്യേണ്ടി വന്ന ഒരു യാത്രക്കാരനാണ് ഉബൈദ് സാഹിബ് എന്ന് P. കുഞ്ഞിരാമൻ നായർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേരളത്തിന് അർഹമായ ഒരു പ്രാധാന്യം പരിഗണന ഉബൈദ് സാഹിബിന് നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ്.
ഉത്തരദേശം പുസ്തക പ്രസാധക രംഗത്തേക്ക് കടന്നതോടെ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുവാനുള്ള വാതിലാണ് തുറക്കപ്പെട്ടതെന്ന് MLA പറഞ്ഞു. ഉബൈദ് പഠനകേന്ദ്രം വൈസ് പ്രസിഡന്റ് റഹ്മാൻ തായിലങ്ങാടി അധ്യക്ഷത വഹിച്ചു. ഉബൈദും ഉത്തരദേശവും സംഗമിക്കുന്ന വേദിയായി പരിപാടി മാറിയെന്ന് റഹ്മാൻ തായിലങ്ങാടി പറഞ്ഞു. പ്രൊഫസർ BF മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ, പ്രൊഫസർ ഷംസുദ്ദീൻ പാലക്കോട്, നാരായണൻ പേരിയ, A. അബ്ദുൽ റഹ്മാൻ, AS മുഹമ്മദ് കുഞ്ഞി, അബു ത്വായി, ഡോക്ടർ AK അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് BF അബ്ദുൽ റഹ്മാൻ രചനാനുഭവം വിവരിച്ച് സംസാരിച്ചു. ഇസ്മയിൽ ചമ്മനാട് T. ഉബൈദിന്റെ ഗാനം പാടി കേൾപ്പിച്ചു. ഉത്തരദേശം ഡയറക്ടർ മുജീബ് അഹമ്മദ് സ്വാഗതവും T. ഉബൈദ് കലാസാഹിത്യ പഠനകേന്ദ്രം ജനറൽ സെക്രട്ടറി TA ഷാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2000-ഓളം LED ബൾബുകൾ നിർമ്മിച്ച് കാസർഗോഡ് പെരഡാല ഗവൺമെന്റ് ഹൈസ്കൂൾ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ 9 വാട്ട്സിന്റെ ബൾബുകളാണ് കുട്ടികൾ നിർമ്മിക്കുന്നത്. കൊറഗ ഉന്നതിയിലെ വീടുകളിൽ കുട്ടികൾ സൗജന്യ ബൾബ് വിതരണം നടത്തി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഭാഗമായി 3 മാസം മുൻപാണ് പെരഡാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഇക്കോ ക്ലബ് വിദ്യാർത്ഥികൾ LED ബൾബ് നിർമ്മാണത്തിലും അതിന്റെ റിപ്പയറിംഗിലും പരിശീലനം നേടിയത്. ഇക്കോ ക്ലബ് അംഗങ്ങളായ 5ാം തരം മുതൽ 9ാം ക്ലാസ് വരെയുള്ള 60 വിദ്യാർത്ഥികളാണ് LED ബൾബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. മികച്ച രീതിയിൽ പരിശീലനം നേടിയ കുട്ടികൾ 5 മിനിറ്റിനകം ഒരു ബൾബ് ഉണ്ടാക്കും. ജീസസ് പെഡാലിൽ നമ്മളെല്ലാവരും ഇന്ന് ബൾബ് ഉണ്ടാക്കിയിട്ട് ഇപ്പം നല്ലൊരു സാധനമാണ് എത്തിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ ആദ്യം തന്നെ ബൾബ് ചെയ്തുകൊണ്ടിരുന്നു. അതിലെല്ലാത്തിലും നമുക്ക് നല്ലൊരു ജയം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മളിത് ബൾബ് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ വിറ്റു. അതേപോലെ നമുക്ക് നല്ലൊരു അഭിപ്രായങ്ങൾ എല്ലായിടത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. എത്ര ബൾബ് ഉണ്ടാക്കി മോളെ? 2000-ന് മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ അധികം ബൾബായി. ഇപ്പോൾ നമ്മൾ കുറേ ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം ചെയ്യാൻ തന്ന എല്ലാ ടീച്ചേഴ്സിനും അതേപോലെ HMനും നന്ദി. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ പരിശീലനം ലക്ഷ്യമാക്കി പെരഡാല സ്കൂളിലെ അധ്യാപകരായ രഞ്ജിത്ത്, ശ്രീധരൻ, അബ്ദുൽ ഷാഹിദ് എന്നിവരാണ് ബൾബ് നിർമ്മാണത്തിന്റെ ചിലവ് വഹിക്കുന്നത്. 65 രൂപയാണ് ഒരു ബൾബ് നിർമ്മാണത്തിനായുള്ള ചിലവ്. നിലവിൽ 2000-ഓളം ബൾബുകൾ നിർമ്മിച്ച് വിതരണം ചെയ്തു വരികയാണ്. ഇക്കോ ക്ലബ് നേതൃത്വത്തിൽ കൊറഗ ഉന്നതിയിലെ മുഴുവൻ വീടുകളിലും സൗജന്യ ബൾബ് വിതരണം നടത്തി. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷൻ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് M. സുനിൽകുമാർ ഉന്നതിയിലെ ബൾബ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ നിർമ്മിക്കുന്ന 9 വാട്ട്സിന്റെ LED ബൾബുകൾ വ്യാപാരികൾ അടക്കം കൊണ്ടുപോകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കും യാത്രക്കാർക്കും സൗകര്യപ്രദമാകുന്ന തരത്തിൽ തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയോരത്ത് നിർമ്മിച്ച ഇരുനില താമസ വിശ്രമ കേന്ദ്രം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. താഴത്തെ നിലയിൽ വിശാലമായ ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള ഡൈനിങ് ഹാളും കിച്ചണും, മുകൾ നിലയിൽ താമസ സൗകര്യത്തോടു കൂടിയ 4 മുറികളുമുണ്ട് വിശ്രമ കേന്ദ്രത്തിൽ. 15.25 ലക്ഷം രൂപ ശുചിത്വ മിഷൻ ഫണ്ടും 4.20 ലക്ഷം രൂപ കേന്ദ്രവിഹിതവും 10.20 ലക്ഷം രൂപ ധനകാര്യ ഫണ്ടും 13.95 ലക്ഷം രൂപ തനത് ഫണ്ടും 4.48 ലക്ഷം പ്ലാൻ ഫണ്ടും ഉൾപ്പെടെ ചേർത്ത് 57.49 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇളമ്പച്ചിയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. ആളുകൾ ഒക്കെ ഇവിടെ ധാരാളമായി വരും. ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഈ വിനോദ സഞ്ചാര കേന്ദ്രം അല്ലെങ്കിൽ വഴിയോര വിശ്രമ കേന്ദ്രം ഈ വിനോദസഞ്ചാരികളുടെ ഒരു പർദീസയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായ ഹാഷിം കരോളം, ഷംസുദ്ദീൻ IT, M. സൗദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS നജീബ്, C. ചന്ദ്രമതി, പഞ്ചായത്ത് അംഗങ്ങളായ M. രജീഷ് ബാബു, ഫായിസ് ബിരിച്ചേരി, സാജിദ സഫറുള്ള, M. അബ്ദുൽ ഷുക്കൂർ, E. ശശിധരൻ, KM ഫരീദ BV, VP സുനീറ, LSGD എഞ്ചിനീയർ M. അനുസൂര്യ, രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ VV അബ്ദുള്ള ഹാജി, KP ദിദേശൻ, MV യൂസഫ് അലി, VV വിജയൻ, MP വിജീഷ്, TV ഷിബിൻ, T. നാരായണൻ മാസ്റ്റർ, E. നാരായണൻ, EV ദാമോദരൻ, ജയൻ കാര്യാത്ത്, പഞ്ചായത്ത് സെക്രട്ടറി പ്രമീള ബോബി എന്നിവർ
സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജലാശയങ്ങളിലൂടെ പടരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം നിയന്ത്രണ വിധേയമാക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നടപടികൾക്ക് സഹായമേകി വിമുക്ത ഭടന്മാരുടെ സംഘടന. പടന്ന പഞ്ചായത്തിലെ നടക്കാവ് കാപ്പുകുളത്തിൽ ക്ലോറിനേഷൻ നടത്തിയും പരിസരം ശുചീകരിച്ചുമാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ സ്വച്ഛ് ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരണ ഭാഗമായാണ് കേരള സ്റ്റേറ്റ് എക്സൈസ് സർവീസ് ലീഗ് തൃക്കരിപ്പൂർ യൂണിറ്റ് നേതൃത്വത്തിൽ കുളത്തിൽ ക്ലോറിനേഷൻ നടത്തി പരിസര ശുചീകരണം നടത്തിയത്. മലിനജലത്തിൽ കുളിക്കുന്നത് മൂലം 100-ലധികം പേർ മസ്തിഷ്ക ജ്വരം, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പിടിപെട്ട് മരിക്കാനിടയായ സാഹചര്യത്തിലാണ് നീന്തൽ പരിശീലനം ഉൾപ്പെടെ നടത്തിവരുന്ന നടക്കാവ് കാപ്പുകുളം ക്ലോറിനേഷൻ നടത്തി പരിസരം ശുചീകരിച്ചത്. പടന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അബ്ദുൽ സലീമിന്റെ മേൽനോട്ടത്തിൽ വിമുക്ത ഭടന്മാർ കാപ്പുകുളം ക്ലോറിനേഷൻ നടത്തി. പരിസര ശുചീകരണത്തിന്റെയും കുളം ക്ലോറിനേഷന്റെയും ഉദ്ഘാടനം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ യൂണിറ്റ് അതിമഹത്തായ ഒരു മാതൃകാപരമായിട്ടൊരു പദ്ധതിയാണ് ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തപ്പെടുന്നത്. എക്സൈസ് സർവീസ് ലീഗ് തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇ രാജൻ, പി വി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ പൊതുയോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ പൊതുയോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 2024 ജനുവരി മാസം 8-ാം തീയതി നേതൃത്വം ഏറ്റെടുത്ത ഭരണസമിതി, അതിനുശേഷം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണതലത്തിലുള്ള ഒരു സാമ്പത്തിക വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഈ വാർഷിക ജനപൊതുയോഗം ചെയ്തത്. നമുക്കെവർക്കും അറിയുന്നതുപോലെ ലോക സാമ്പത്തിക അവസ്ഥ, സമ്പദ്ഘടന വലിയ രൂപത്തിലുള്ള ബഹുമുഖമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നു. രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ബാങ്ക് സെക്രട്ടറി വി വി ലേഖ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വി വി രമേശൻ, കൃഷ്ണൻ അത്തിക്കോത്ത് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് വി ഗിനീഷ് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. 1000-ലധികം പേർ പൊതുയോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിന് മുഴുവൻ സഹകാരികളും രംഗത്തിറങ്ങണമെന്ന് പൊതുയോഗം ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഉദിനൂർ പരത്തിച്ചാൽ പേക്കടം പാതയോരത്ത് ശുചീകരണം നടത്തി സുന്നി യുവജന സംഘം സാന്ത്വനം ക്ലബ്ബും സാമൂഹ്യ പ്രവർത്തകരും. കേരള മുസ്ലിം ജമാഅത്ത് ദശവാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് പാതയോരം ശുചീകരിച്ചത്. ഉദിനൂർ പരത്തിച്ചാൽ ആവാഷ് മസ്ജിദ് മുതൽ നൂറുൽ ഹുദ മസ്ജിദ് വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വള്ളിപ്പടർപ്പുകളും കാടുകളും SOS സാന്ത്വനം ക്ലബ്ബ് അംഗങ്ങളും പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് ശുചീകരിച്ചത്. കാഴ്ചമറക്കുന്ന തരത്തിൽ ഉദിനൂർ പരത്തിച്ചാൽ റോഡിൽ വാഹനാപകടങ്ങൾക്ക് പോലും സാധ്യത വെക്കുന്ന തരത്തിലാണ് കാട് മൂടിക്കിടന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് MTP അബൂബക്കർ മൗലവി, TC മുഹമ്മദ് സാനി, ഹുസൈൻ സഖാഫി പെട്ടിക്കുണ്ട്, നിസാർ മിസ്ബാഹി, AG ഖമറുദ്ദീൻ, TC മുസമ്മിൽ, റസാഖ് പുഴക്കര, M സമീർ, TK ഹനീഫ, AG താജുദ്ദീൻ മൗലവി, മുനീർ മിസ്ബാഹി, ഇബ്രാഹിം അമാനി, ഹംസ മൗലവി പിലാവളപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മോനാച്ച ഭഗവതി ക്ഷേത്രം നവരാത്രി ഉത്സവം ഭക്തിയുടെ നിറവിൽ 3 ദിവസങ്ങളിലായി നടന്നു. ആയുധപൂജ, വാഹനപൂജ, ഗ്രന്ഥപൂജ, വിദ്യാരംഭ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിലാണ് നടന്നത്. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യമായി നവരാത്രി ഉത്സവം ഭക്തിയുടെ നിറവിൽ 3 ദിവസങ്ങളിലായി വിവിധ ചടങ്ങുകളും കലാസാംസ്കാരിക പരിപാടികളോടെയും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ആയുധപൂജ, വാഹനപൂജ, ഗ്രന്ഥപൂജ, വിദ്യാരംഭം എന്നീ ചടങ്ങുകളും ക്ഷേത്ര മാതൃസമിതിയിലെ 21 അംഗങ്ങൾ അണിനിരുന്ന ഭക്തിഗാനസുധ അരങ്ങേറ്റവും നടന്നു. നമ്മൾ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയ രൂപീകരിച്ചൊരു ട്രൂപ്പാണിത്. അപ്പൊ ആദ്യത്തെ ഭജന ഈ ദേവിയുടെ നടയിൽ തന്നെയാണ്. വല്ല തെറ്റുകുറ്റുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പൊറുക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോ നമ്മുടെ ഈ മുഴുവൻ അർച്ചയും ദേവിയുടെ തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയാണ്.
അതോടൊപ്പം പയ്യന്നൂർ ഫോക്ലാൻഡിന്റെ കലാമണ്ഡലം സൗമ്യ ബി കൃഷ്ണയുടെ മോഹിനിയാട്ടം, ഹൃദ്യാരാജന്റെ ഭരതനാട്യം, എം ജിഷയുടെ കേരള നടനവും ദാമോദരൻ മോനാച്ചയും സംഘവും അണിനിരന്ന കാലിച്ചാരടുക്കം ദൃശ്യകലാവേദിയുടെ കൃഷ്ണകുചേല പുനഃസമാഗമം, ദൃശ്യാവിഷ്കാരം എന്നിവയും നടന്നു. ക്ഷേത്ര മേൽശാന്തി ഹരിനമ്പൂതിരി നിലവിളക്ക് കൊളുത്തി ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് PV ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് B രഘുനാഥ്, സെക്രട്ടറി M സജിത്ത്, ജോയിന്റ് സെക്രട്ടറി രവി കണ്ണോത്ത്, ട്രഷറർ PV ചന്ദ്രൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ M പ്രമോദ് പണിക്കർ, മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി ബീന എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ന്യൂനയിൽ ദ്വിദണ്ഡ ഗണപതിയാർ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. 2 കൊമ്പുകളുള്ള ഗണപതിയുടെ നൂതന പ്രതിഷ്ഠ നടന്ന മടിക്കൈ കീക്കാങ്കോട്ട് ഗണപതിയാർ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം 3 ദിവസങ്ങളിലായി വിവിധങ്ങളായ പരിപാടികളോടെയാണ് നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി നിരവധി കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാർ കുട്ടികളെ ഹരിശ്രീ എഴുതിച്ചു. ഗണപതി ഹോമം, ഗ്രന്ഥപൂജ, വാഹനപൂജ, ഭജന, വിവിധ കലാപരിപാടികൾ, അന്നദാനം എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവരാത്രി മഹോത്സവം വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇത്തവണയും എത്തിയത് നിരവധി കുരുന്നുകൾ. വടക്കൻ കേരളത്തിൽ ആരോഗ്യമേഖലയ്ക്ക് പുത്തൻ ഉണർവേകി ആസ്റ്റർ മിംസ് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി നാടിന് സമർപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. പടന്നക്കാട് കരുവളം സ്വദേശി ശരത് ചന്ദ്രനാണ് അറസ്റ്റിലായത്. കവി ടി ഉബൈദ് അനുസ്മരണവും മാനവികാദർശം സമൂഹത്തിലും ഉബൈദ് കവിതയിലും പ്രകാശനം നടന്നു. പരിപാടി സാഹിത്യ പ്രതിഭകളുടെ സംഗമവേദിയായി. 2000-ഓളം LED ബൾബുകൾ നിർമ്മിച്ച് പെരടാല ഗവൺമെന്റ് ഹൈസ്കൂൾ. ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ബൾബ് നിർമ്മാണം. ഇളമ്പച്ചിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.